അരിയല്ലൂർ വില്ലേജിലെ ഷെരീഫ റൈഫ ഹുസൈൻ പ്ലേറ്റ്. തിരുവനന്തപുരം താലൂക്ക് തല പട്ടയമേളയുടെ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ ഒപ്പിന്റെ കാലത്ത് ശ്രീമതി ബിന്ദു മേഡം അവരുടെ സ്വാഗതം ആശംസിക്കുന്നത് സ്വാഗതം ചെയ്യും. ലക്ഷ്യത്തോടുകൂടി റവന്യൂ വകുപ്പ് മുന്നേറുകയാണ്. ഓരോ നിയോജകമണ്ഡലത്തെയും ഭൂരഹിതരെ കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ തിരൂരങ്ങാടി താലൂക്കിലെയും വില്ലേജ് ജീവനക്കാരും ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി പട്ടയ ഡാഷ്ബോർഡ് ഉന്നതിയിൽപ്പെട്ട അരിയല്ലൂർ വില്ലേജ്, ചേരിയങ്ങാട്, പാറോൾക്കാടം, അരിയല്ലൂർ ബീച്ച് ജംഗ്ഷൻ, മുതിയം എന്നീ ഉന്നതിയിൽപ്പെട്ട 28 പേർക്കും പരപ്പനങ്ങാടി വില്ലേജിലെ 17 വ്യക്തികൾക്കും തെന്നല വില്ലേജിലെ 3 കുടുംബങ്ങൾക്കും എടരിക്കോട് വില്ലേജിലെ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിനും ഊരകം വില്ലേജിലെ ഒരു കുടുംബത്തിനും ആകെ 51 ഭൂമി പതിവ് പട്ടയങ്ങളും ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ നിന്നും തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ നിന്ന് 44, വേങ്ങര നിയോജകമണ്ഡലത്തിൽ നിന്ന് 51, വള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിൽ നിന്ന് 81, അങ്ങനെ 176 പട്ടയങ്ങൾ കൂടി ആകെ ഇന്ന് 227 പട്ടയങ്ങൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട MLA തിരൂരങ്ങാടി MLA ശ്രീ KPA മജിദ അവരുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇതുപോലെ തന്നെയുള്ള മറ്റു ചടങ്ങുകൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും രേഖ ഇത് വെച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് നിരന്തരമായി പട്ടയമില്ലാത്ത ആളുകൾക്ക് പട്ടയം ലഭ്യമാകാനുള്ള കഠിനമായ പ്രയത്നത്തിലായി തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ നമ്മുടെ ജില്ലയിലെ മല്ലന്മാരുടെ യോഗത്തിലും അതിനുശേഷം രൂപീകരിച്ച പട്ടയമേള പട്ടയ അസംബ്ലി തലത്തിലുള്ള രീതിയിലുള്ള യോഗങ്ങളിലും എല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന വിപുലമായ യോഗങ്ങളിലുണ്ട്. എവിടേക്കാണ് പട്ടയം കിട്ടുന്നതെങ്കിൽ അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഈ മണ്ഡലത്തിൽ നമ്മൾ യോഗങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി നിരന്തരമായ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും നൽകിയതിന്റെ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് കുറെ പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. റവന്യൂ വകുപ്പ് മറ്റു വകുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നാമത് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും ജനപ്രതികളെ വിശ്വാസവും പിന്നിൽക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും റവന്യൂ വകുപ്പിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതാത് സന്ദർഭങ്ങളിൽ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രി യോഗം വിളിച്ച് MLA-മാരുമായി ഡിസ്കസ് ചെയ്തു പോകുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലും പട്ടയം കിട്ടാത്ത പ്രശ്നങ്ങളും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവേ വന്ന അടിസ്ഥാനത്തിൽ
മറ്റു രീതിയിലുള്ള തരത്തിലൊക്കെ വിജയിക്കാൻ കഴിയാൻ കഴിയുന്ന സമഗ്രമായിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ് ഈ മേഖല ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ പങ്കെടുക്കുന്നത് കുറെ ആളുകൾക്ക് പട്ടയം ലഭ്യമാകുന്നതാണ്. പട്ടയമാണ് കൂടി കേരളത്തിൽ ഇപ്പോ സംഘടിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യമുണ്ട്. റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,09,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം. അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ്. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം സൃഷ്ടിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായി പങ്കുവഹിച്ചത് ഒരു പട്ടയ മിഷനാണ്. പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ വേല രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ നിയമസഭയിലെ 140 MLA-മാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുകൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ, വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായി ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി. പട്ടയ അസംബ്ലികൾ 2 തവണ കേരളത്തിൽ കൂടുകയുണ്ടായി. 2 തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോഴുണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതി തന്നെ നേരിട്ട കാര്യം പരിശോധിച്ച് മറ്റേതെങ്കിലും വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര ആലോചന നടത്തി അതിവേഗം കൈവശക്കാരായ മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പറ്റും. ഇതര വകുപ്പുകളുമായി അവരുടെ ആസ്തിയിലുള്ള ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്തു. 50 വർഷത്തിലധികമായി നിലനിൽക്കുന്ന നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായതാണ്. ആ പട്ടയ വിഷയം 4 തലത്തിലുള്ള സമിതികൾ രൂപീകരിക്കുന്നു. വില്ലേജ് തലത്തിൽ, താലൂക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ. ഈ ഘടകങ്ങളുടെ എല്ലാം മുകളിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ നടത്തി. അങ്ങനെയാണ് ഏറ്റവും വേഗതയിൽ പട്ടയ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ദീർഘമായ വർഷക്കാലമായി വിതരണം ചെയ്യാത്ത നിരവധി പ്രശ്നങ്ങൾ നിലവിലാക്കിയിട്ടുണ്ട്. ഏറ്റവും സമചിന്തതയോടെ ഇടപെട്ട് നിയമങ്ങളിലോ ചട്ടങ്ങളിലോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നടത്തി വളരെ വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി ഗവൺമെന്റിനെ മുന്നോട്ട് പോകാനായി കാര്യത്തിലും സർക്കാരിന് നിർബന്ധമായിട്ടുള്ള ധാരണയുണ്ട്. കൈവശക്കാരനെയും അഥവാ കുടിയേറ്റക്കാരനെയും കൈയേറ്റക്കാരനെയും ഒരുപോലെയല്ല ഈ ഗവൺമെന്റ്. കുടിയേറ്റക്കാരായ മനുഷ്യർ മറ്റ് വിഭക്തികളൊന്നുമില്ലാതെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ പണിയെടുക്കാനും വീട്ടിൽ താമസിക്കാനും വേണ്ടി കുടിയേറാനായിരിക്കാം. എന്നാൽ ബോധപൂർവമായ കയ്യേറ്റം അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും ഒരു മടിയുമില്ലാതെ മുഖത്ത് നോക്കി അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി അങ്ങനെ പിടിച്ചെടുക്കുന്ന ഭൂമി സാധാരണക്കാർക്ക് വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിന്നിരുന്നത് വരുമാനമായി. 1 ലക്ഷം രൂപ വരെ വരുമാനമായി ഇപ്പോൾ പട്ടയം വിതരണം ചെയ്യുന്നതിന്റെ ആധികാരികമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പരിമിതമായിട്ടുള്ള ഒന്നാണെന്നും കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2.5 ലക്ഷമാക്കി പട്ടയ അർഹതയുടെ വരുമാന പരിധി ഉയർത്താനാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിക്കുന്നത്. ഏറ്റവും വേഗതയിൽ ആ നടപടി ക്രമങ്ങളുമായി മുന്നോട്ട് പോകാനും നോക്കാം. കേരളത്തിലാകെ ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയമാണ്. 312 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ വിജയകരമായി അഭിനയിക്കുകയാണ്. ആ 112 വില്ലേജുകളിൽ ഉൾപ്പെടെ സർവേ പൂർത്തീകരിക്കപ്പെടുന്ന മുറയ്ക്ക് കൈവശമായപ്പെടുകയും
എന്നാൽ അത് ആരുടെയെങ്കിലും ഒരു പേരിലുള്ള ഭൂമിയല്ല എന്ന് കാണുകയും ചെയ്യുന്ന കേസിൽ ഭൂമിയുടെ ഉടമസ്ഥതയും അർഹതയും പരിശോധിച്ചുകൊണ്ട് അവർക്ക് പട്ടയം വിതരണം ചെയ്യാൻ വിധിച്ച ഒരു സർവേ നടപടികൾ കൂടി ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷമാപണം ചോദിച്ചുകൊണ്ട് അതിഗംഭീരമായി പരിപാടി മുന്നോട്ട് ആശംസിക്കുന്നു. ഔപചാരികമായി പട്ടയമേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഓൺലൈനായിട്ട് ഞാൻ പങ്കെടുക്കാവുന്നത് അംഗീകമാക്കി നിങ്ങളോടൊക്കെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ പരപ്പനങ്ങാടി ഫിഷറീസ് കോളേജ് 18ഓളം മുതലെടുത്ത് അവിടെ പട്ടയം കൊടുക്കാറുണ്ട്. പഠനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റവന്യൂവിലെത്തിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. ചെയർമാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. വളരെ വേഗത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പരപ്പനങ്ങാടിയിലെ ഫിഷറീസ് കോളേജിലെ പട്ടയം നമുക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ പരപ്പനങ്ങാടി പറഞ്ഞാണ് മറ്റേ അംഗീതമാട്ടിലെ കടന്ന് കയറിയായിരുന്നു. അവിടെ പ്രസിഡന്റുമാരെല്ലാവരും ഉണ്ട്, അത് ബുദ്ധിമുട്ടാക്കേണ്ടതാണ്. അപ്പോൾ എംഎൽഎമാർക്ക് സ്വാതന്ത്ര്യം പറഞ്ഞാണ്. പിന്നെ അപ്പോൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് എൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വളരെ അശ്രദ്ധമായിട്ടുള്ള പരിശ്രമം നടത്തി എന്നത് ഞാൻ പ്രത്യേകം ഇവിടെ പറയണം. അതിന് അവർക്ക് ഞാൻ പ്രത്യേകമായി അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അംഗീകമാർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വിശദമായി സംസാരിക്കും. അദ്ദേഹം പട്ടയത്തിന് പിന്നാലെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് ഇതിന്റെ പ്രവർത്തനം. എല്ലാ വിഷയങ്ങളും ഒരു നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള വില്ലേജുകളിലാണെങ്കിലും ഓരോ വിഷയങ്ങളും ഞങ്ങളുമായിട്ട് ജനപ്രതിനിധികളുമായിട്ടൊക്കെ ആലോചിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാറുള്ളത്. പ്രഖ്യാപനം മാത്രമല്ല, പ്രഖ്യാപിക്കുന്ന പരിപാടികളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ആ വകുപ്പ് കാണിക്കുന്ന പ്രത്യേക താല്പര്യം അത് നമുക്ക് പ്രശംസിക്കാതിരുന്നുകൂടാ. ഇവിടെ തന്നെ ഇവിടെ നമ്മുടെ റവന്യൂ വകുപ്പ്, അത് ജില്ലാ കളക്ടർ ആണെങ്കിലും ഇവിടെ നമ്മുടെ താലൂക്ക് ഓഫീസാണെങ്കിലും വളരെ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അധികാര പരിധിയിലുള്ള എല്ലാ വില്ലേജ് ഓഫീസർമാരും ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും തഹസിൽദാരുടെ നേതൃത്വത്തിൽ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി പട്ടയം നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചത്. ഇവിടെ തന്നെ ഏകദേശം ഈ കൂട്ടത്തിൽ ഇവിടെ വന്ന് വാങ്ങേണ്ട ചില ആൾക്കാർ, അപ്പൊ ഞാൻ അവരുടെ പേര് എൻ്റെ വില്ലേജിൽ തന്നെ എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ പല വില്ലേജിൽപ്പെട്ട ആൾക്കാരുണ്ട്. സാങ്കേതിക പ്രശ്നത്തിൽ കൂടി ചെറിയ രേഖകളൊക്കെ ഇല്ലാത്തത് കാരണം പട്ടയം ഇന്ന് വാങ്ങാൻ സാധിക്കാത്ത ആൾക്കാർ, അത് നമ്മുടെ തഹസിൽദാർ സാധിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീമുകളുണ്ട് ഈ താലൂക്ക് റവന്യൂ. അതൊന്ന് വളരെ പെട്ടെന്ന് നൽകാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാം. പിന്നെ ഫിഷറീസ് കോളനിയിൽ ഇപ്പോൾ ആനങ്ങാടി ഫിഷറീസ് കോളനി, ഇവിടെ പരപ്പനങ്ങാടി ഫിഷറീസ് കോളനി, ഇവിടെ നമ്മുടെ നഗരത്തിൽ അവർക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും. അതൊക്കെ വെച്ചാൽ അത് ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു കോർപ്പറേഷൻ കൂടി വേണം. ഓരോ റവന്യൂ വകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ, ആ രണ്ട് വകുപ്പും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. വർഷങ്ങളായിട്ടാണ് ഫിഷറീസ് കോളനിയിൽ താമസിക്കുന്ന ഒരുപാട് പാവങ്ങൾ. അവരെ കയ്യിൽ കൂടി ഈ പട്ടയം എത്തിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ആ രണ്ട് വകുപ്പും കൂടി ആലോചിച്ച് ചെയ്യണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിൽ ഞാൻ പ്രസംഗം നിർത്തുന്നില്ല. അവിടെ ഈ പട്ടയം കൊടുത്ത് പൂർത്തിയാക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികൾക്കൊക്കെ തന്നെ ആശംസാ പ്രസംഗം നടത്തേണ്ടത് സമയം വളരെ നീണ്ടുപോകും. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു നല്ല പ്രവർത്തനം ഈ പട്ടയമേളയുടെ ഉദ്ഘാടനം ഇവിടെ ഈ തരത്തിൽ ഇവിടെ വെച്ച് നടത്താൻ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ താലൂക്ക് റവന്യൂ ടീമിനെ പ്രത്യേകം പ്രശംസിക്കുന്നു. രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും വന്നിട്ടുണ്ട്. അപ്പൊ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ആ പട്ടയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. അപ്പൊ ഇവിടെ പട്ടയം വാങ്ങാൻ വന്ന എല്ലാ ആൾക്കാരുടെയും സന്തോഷത്തിൽ വളരെ സന്തോഷപൂർവ്വം പങ്കെടുക്കാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കെടുത്തുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്.
ആരോഗ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സാകെ കുളിർമയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും വാക്കും ശൈലിയും വശ്യമായ പുഞ്ചിരിയും സ്നേഹവും സുമുഖനും ഒക്കെ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു ചടങ്ങാണ്. വിശ്വമാണെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ഇടമാണെങ്കിലും വിശാലമായ മനസ്സുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പട്ടയമേള ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവികൾക്കൊപ്പം നിന്നുകൊണ്ട് ബഹുമാന്യരായ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ മഹാമേളയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ആശ്വാസം പകർന്ന് അഭിനയിച്ചുകൊണ്ട് ഞാൻ തിരുവല്ലങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വിവരങ്ങൾ എത്തിക്കുന്നു. നന്ദി ചെയ്യുന്നു. നിരന്തരമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗൺസിലറാണ് പ്രിയപ്പെട്ട മജീദ് സാഹിബും ഇവിടെ താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാരും പരപ്പനങ്ങാടി വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാരും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഫലമായാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് പറഞ്ഞ് ഇവിടെ നേടാൻ സാധിച്ചത്. മറ്റൊരു കാര്യം കൂടെ മജീദ് സാഹിബും അമീർ സാഹിബും സൂചിപ്പിച്ച വിഷയം പരപ്പനങ്ങാടിയിൽ തന്നെ ഫിഷറീസ് കോളനിയിലെ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിലൊരു പ്രശ്നം നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥലമായതുകൊണ്ട് അതിൽ NOC നൽകേണ്ടത് ഫിഷറീസ് വകുപ്പാണ്. നിരന്തരമായി ഓരോ ക്ലാസുകളും ഡയറക്ടേഴ്സിന് അത് ഫയലിങ്ങോട്ട് തിരിച്ചയക്കുകയും അത് വീണ്ടും തിരിച്ചയക്കുകയും നിരന്തരമായി ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകാൻ പോകുന്ന സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമീർ സാഹിബിനെയും മജീദ് സാഹിബിനൊക്കെ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ഇടപെട്ട ഫലമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡയറക്ടർ ഫിഷറീസ് ഡയറക്ടർ നേരിട്ട് പോയി കാണുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് എക്സ്ചേഞ്ച് ഓഫീസറെ തിരഞ്ഞെടുക്കുകയും അതിൽ ചില ഫയലുകൾ മുഴുവൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ വില്ലേജ് ഓഫീസിൽ കിട്ടിയ രേഖപ്രകാരം അവരുടെ അപേക്ഷാ ഫോമിലുള്ള പേരും ആധാർ കാർഡ് പേരും തമ്മിലുള്ള ചെറിയ വ്യത്യാസം കൊണ്ടാണ് സംഭവിച്ചത്. ഇന്നലെ തന്നെ വില്ലേജ് ഓഫീസർ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. വില്ലേജ് ഓഫീസറോട് പ്രത്യേക അഭിനന്ദിക്കാണ്. ഇന്ന് ആ ഫയലുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ NOC കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിനിസാഹിബിന്റെയും അജീസ് സാഹിബിന്റെയൊക്കെ മണ്ഡലത്തിന് വള്ളിക്കുന്ന് മണ്ഡലത്തിലെയും തിരുവങ്ങാടി മണ്ഡലത്തിലുള്ള എൺപതോളം പട്ടയങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. അതുകൂടി കിട്ടുമ്പോൾ നമ്മുടെ വള്ളിക്കുന്നും തിരുവങ്ങാടിയിലെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാൻ രീതിയിലേക്ക് നമ്മൾ മാറും. എന്തായാലും ആ വിഷയത്തിൽ നമ്മുടെ ഇതുവരെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തക്കമുള്ള ടീമും പരപ്പനങ്ങാടി നമ്മുടെ വില്ലേജ് ഓഫീസർമാരും കൃത്യമായി നമ്മുടെ കൂടെ ഉണ്ടായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ആശംസകൾ. നമ്മളെല്ലാവരും ഇവിടെ ജനപ്രതികളൊക്കെ വന്നിട്ടുണ്ട്. ഈ പട്ടയം കൊടുക്കുന്നത് കാണാനും അതിൽ പങ്കുചേരാനൊക്കെ പ്രസിഡന്റുമാർ അല്ലാതെ തന്നെ ഈ സദസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും ഭൂമിയും രേഖയും വീടുമൊക്കെ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് ഇന്ന് രേഖ അല്ലെങ്കിൽ നമ്മുടെ പട്ടയം ഇവിടെ ഇന്ന് വിതരണം ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇത് റവന്യൂ വകുപ്പിൽ ഇതിന്റെ ആശയം ഉന്നയിക്കുകയും ഇത്രയും കുടുംബങ്ങൾക്ക് നമുക്ക് പട്ടയം കൊടുക്കാൻ അതിന് അണിയിൽ പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ MLA-മാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ MLA-മാരെ അറിവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജനപ്രതിനിധികളും പ്രസിഡന്റുമാര് ചെയർപേഴ്സൺമാര് മെമ്പർമാരൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ താലൂക്കിൽ മലപ്പുറം ജില്ലയിൽ തിരുവല്ലങ്ങാടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ആ സന്തോഷം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ തിരുവല്ലങ്ങാടി താലൂക്കിന്റെ തഹസിൽദാർ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സാദിഖ് തഹസിൽദാർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ തന്നെ ഈ റവന്യൂ വകുപ്പിൽ അല്ലെങ്കിൽ ഈ താലൂക്കിൽ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ താലൂക്കിന്റെ കീഴിൽ ഏതൊരു പ്രവർത്തനങ്ങളിൽ എന്ത് എടുത്തു നോക്കുകയാണെങ്കിലും വളരെ ഭംഗിയായിട്ട് നല്ല ഉത്തരവാദിത്വത്തോടു കൂടി സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്ന തഹസിൽദാർ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്തായാലും നിങ്ങളുടെയൊക്കെ ഈ പട്ടയത്തിൽ ഞങ്ങൾക്കും പങ്കു ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മുന്നോട്ട് പോകട്ടെ എന്നും എല്ലാവരോടും എല്ലാവരും നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ പരിപാടിക്ക് എല്ലാവരും മുമ്പൊക്കെ സംസാരിച്ചവരെല്ലാവരും സംസാരിക്കുകയുണ്ടായി. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി. വളരെയധികം സന്തോഷത്തോടെയും
അതിനേക്കാളേറെ അഭിമാനത്തോടു കൂടി ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ ഉദ്ഘാടന കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി, എന്റെ മുന്നിലിരിക്കുന്ന പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന എന്താ പറയാ പ്രിയപ്പെട്ട പട്ടയത്തിന്റെ അവകാശമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ, റവന്യൂവിലെ മറ്റ് ഏറെ പ്രിയപ്പെട്ടവർ. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പട്ടയ വിതരണം പറഞ്ഞാല് എന്താ പറയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സന്തോഷകരമാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ തീരദേശം, അതുപോലെ തന്നെ നമ്മുടെ ഉന്നതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർഷങ്ങളായി ഒരു ഭൂമി സ്വന്തമായി ഉണ്ടെങ്കിലും അതിന് അവകാശം പറയാൻ പറ്റാത്ത വിധത്തിലിരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇന്ന് 29 പട്ടയത്തിന്റെ അവകാശികളായി എന്ന് പറയുന്നു. ഒരു സന്തോഷമാണ്. ഈ ഒരു പട്ടയമേള അല്ലെങ്കിൽ പട്ടയ വിതരണ പ്രക്രിയയിലൂടെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 43 കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടി ആ ഭൂമികളെ അവകാശികളായി എന്ന് വളരെയധികം എന്താ പറയാ അഭിമാനം തോന്നുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ സർക്കാർ ഭൂമിയില്ലാത്ത ആരും പാടില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഭൂമി വേണം, എല്ലാവർക്കും സ്വന്തമായി ഭൂമി, അതെല്ലാം വളരെ സ്മാർട്ടായ രീതിയിൽ നടപ്പാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വളരെയധികം എന്താ പറയാ കൃത്യനിഷ്ഠയോടുകൂടി ഉത്തരവാദിത്വത്തോടൊപ്പം കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. നമ്മുടെ തിരുവനങ്ങാടി മണ്ഡലത്തിലെ ഈ ഒരു പദ്ധതിയും എനിക്ക് തോന്നുന്നു വളരെ മികച്ച രീതിയിൽ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ കീഴിൽ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പ്രയത്നങ്ങൾ ഈ റവന്യൂ വകുപ്പിലെ ജീവനക്കാർ ഇത്തരം ആളുകൾക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടി എന്താ പറയാ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ആ പട്ടയം എത്തിക്കുക എന്നതായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ കർത്തവ്യം. അതിനുവേണ്ടി ഭരണസമിതി കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു. കാരണം എനിക്ക് തോന്നുന്നു 2022 മെയ് 28 ചേർന്ന നമ്മുടെ ഭരണസമിതി യോഗത്തിൽ പട്ടയം കിട്ടാനുള്ള ആളുകളുടെ ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അവർക്ക് പട്ടയം കിട്ടാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ ഭരണസമിതിയിൽ നിന്ന് ഒരു മെമ്പറെ ചുമതലപ്പെടുത്തുകയും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഭരണസമിതി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സർവേറെ കിട്ടുക എന്നതൊരു പ്രയാസമായിരുന്ന സമയത്ത് നമ്മൾ ലൈസൻസുള്ള ഒരു സർവേറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി ഭരണസമിതി തീരുമാനിച്ചു. ആ പ്രവർത്തനങ്ങൾ എന്താ പറയാ യഥാസമയം സമയോചിതമായി പോവുകയും യഥാസമയങ്ങളിൽ മെമ്പർമാർ ഇടപെടുക, മെമ്പർമാർ ഈ പട്ടയ കിട്ടേണ്ട ആളുകളുടെ ലിസ്റ്റ് ശേഖരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നടത്തി നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നടത്തി അങ്ങനെയാണ് ഇന്ന് ഈ 28 പട്ടയങ്ങൾ 29 പട്ടയം നമുക്ക് പൂർണ്ണം ചെയ്യാറുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ നമ്മൾക്കറിയാം, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള ഭൂമിയിൽ താമസിക്കുന്ന ഒട്ടനവധി പട്ടയം കിട്ടേണ്ട ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് കേവലം റവന്യൂ വകുപ്പ് മാത്രം വിചാരിച്ചാൽ പട്ടയം കൊടുക്കാൻ പറ്റുകയില്ല. നമ്മുടെ എന്താ പറയാ ഈ ഫിഷറീസ് ഭൂമിയിലെ ഉടമസ്ഥരായിട്ടുള്ള വകുപ്പ് കൂടി ആലോചിച്ചാൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. എന്തായാലും അതിനുള്ള തടസ്സങ്ങളൊക്കെ അടുത്ത് തന്നെ ഇവിടെ നീക്കി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കും കൂടി നമ്മുടെ ഈ ഒരു അവസരത്തിൽ പട്ടയ വിതരണം നടത്താൻ സാധിക്കും. നമ്മുടെ ഭരണസമിതി കൂടുന്നതിന് മുമ്പ് തന്നെ പട്ടയ വിതരണം നടത്താൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. കാരണം അതിനുവേണ്ടി എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നും MLA ഭാഗത്തു നിന്നൊക്കെ ഇടപെടലില്ലാത്ത പ്രയത്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വില്ലേജ് ഓഫീസർമാർക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണസമിതിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ ഇവിടെ ബന്ധപ്പെട്ട MLA ബന്ധപ്പെടാത്ത ഒരു കാര്യം ഇവിടെ പറയുകയാണ്. നമ്മുടെ കടലുണ്ടി ഒരു കുറച്ച് ദിവസമായിട്ട് കടൽഭിത്തി താഴ്ന്നു പോയിട്ടുള്ള ഒരു പ്രതിഭാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ നമുക്ക് പരാതി പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഇന്ന് ഭരണസമിതിയിൽ അതിനെ കുറിച്ചിട്ട് ചർച്ച നടത്തി ഒരു തീരുമാനം എടുക്കാൻ വെച്ചിട്ട് MLA ആ ഭാഗം ഒന്ന് സന്ദർശിക്കാനും ആ പ്രദേശത്തിന്റെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതിന് പെട്ട വേണ്ട കാര്യങ്ങൾ നമ്മുടെ തീരദേശ മുനിസിപ്പൽ സുരക്ഷത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ്
ഈ ചാനൽ പങ്കെടുക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് പട്ടയം ലഭിച്ചപ്പോൾ പുറത്തൊക്കെയായ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷം സമ്മേളനം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, പട്ടയം നിങ്ങൾക്ക് ലഭിച്ചു. സർക്കാർ തമ്മിലുള്ള ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള പട്ടയങ്ങളുണ്ട്. പഞ്ചായത്തിന് നൽകുന്ന അത് നിങ്ങളോട് ഉദ്യോഗസ്ഥരോട് പറയാൻ നിൽക്കുന്നത്, പഞ്ചായത്തിന് ലക്ഷ്യത്തിന് ചെലവിട്ട് നൽകാൻ വേണ്ടി എന്റെ പഞ്ചായത്തിന്റെ കാര്യം പുത്തൂരിന് 16 സെന്റുകളുണ്ട്. അത് ഇതുവരെ നൽകുകയോ ഒരു പേപ്പർ മുന്നോട്ട് പോയി നിരന്തരം ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടും ആ ഭൂമി നൽകാനുള്ള മനസ്സിലാക്കാൻ മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് അത് തരാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ഈ ചുവപ്പ് നാളെയിൽ കുടിക്കണം. അപ്പോ ചുവപ്പിലൊക്കെ പച്ചാക്കിയ പോലെ അത് ശരിക്കും വളരെ അപ്പൊ അത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ കാര്യം ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. 4 മാസമായിട്ടുള്ളൂ. ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. ഒരു ലക്ഷ്യം സ്ഥാപിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തിനാണ് എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു. ചെയ്യും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷനുകളിൽ ഒന്നായ ഭൂമിക്ക് രേഖ നൽകൽ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന് റവന്യൂ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നമുക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. കൃഷി വകുപ്പടക്കം ഇടപെട്ടുകൊണ്ട് നടത്തേണ്ടത് അത് അടിയന്തരമായി ചെയ്തുകൊണ്ട് 100% ആളുകൾക്ക് പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ തുടർന്ന് നമ്മൾ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ, എല്ലാവർക്കും വീട് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദരിദ്രമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറാൻ വേണ്ടി പോകുന്നു. നവംബർ 1 ആ പ്രഖ്യാപനം കേരളത്തിൽ നടക്കും. അതുപോലെ തന്നെ മാലിന്യമുക്തമായ സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഈ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങുന്ന എല്ലാ മിഷനുകളുടെയും പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് എല്ലാ ജനപ്രതിനിധികളുടെയും എല്ലാ ജനങ്ങളുടെയും സഹകരണമാണ്. അത് തുടർന്നും ഈ ഗവൺമെന്റ് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പട്ടയം മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കാം. ആദരണീയനായ ശ്രീ നിയാസ് പുളിക്കൽ അവർ. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, ഇന്നത്തെ ഉപഭോക്താക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത കാര്യം ഭൂരഹിതമില്ലാത്തൊരു മനുഷ്യരും കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു സ്വപ്ന പദ്ധതിയിലൂടെയാണ്. അതിന്റെ ആവിഷ്കാരമാണ് ഇതോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തിലെയും പള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിലെയും 4 പട്ടയങ്ങൾ, ദശാബ്ദങ്ങളായിട്ട് പട്ടയം ലഭിക്കാത്ത 4 കോളനികളുടെ പട്ടയങ്ങളിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുക. ലാൻഡ് ട്രിബ്യൂണലുകളിൽ അപേക്ഷകരില്ലാത്ത രൂപത്തിലേക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ ദൗത്യമാണ് ഇന്ന് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദരിദ്രമില്ലാത്ത കേരളം, ഭൂരഹിതമില്ലാത്ത കേരളം, പവനരഹിതമില്ലാത്ത കേരളം, ആ രൂപത്തിലേക്കുള്ള വലിയ സ്വപ്ന സാക്ഷാത്കാരം രാഷ്ട്രീയ പ്രതിനിധികളുടെ മുഴുവൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് സന്തോഷത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന റവന്യൂ സംഘമാണ്. കാരണം ഭാഗത്തെ എല്ലാ കുട്ടികളെ പ്രശംസിക്കുന്നു. നമ്മുടെ ഫിഷറീസ് കോളനികൾ ചെറിയ ചില കുരുക്കളിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ കുരുക്കളിലാണ് റവന്യൂയുടെ എല്ലാ പണികളും കഴിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളുമെല്ലാം അതുപോലെ ഒരു ഉത്സവത്തോടെയാണെങ്കിൽ വളരെ പതിറ്റാണ്ടുകളായിട്ട് പട്ടയം ലഭിക്കാത്ത 4 ഫിഷറീസ് കോളനികൾ പഠിക്കുന്ന പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരം ലഭിക്കുന്ന രൂപത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പൂർത്തീകരിക്കാമെന്നുള്ള ചെറിയ അഭ്യർത്ഥനയോടുകൂടി എല്ലാവരുടെ ഭാവങ്ങളും അർപ്പിക്കുന്നു. ശ്രീ അബ്ദുൾ അസീസ് ഭാര്യ സാബിയ, തെന്നല വില്ലേജ്. ശ്രീ അബ്ദുൾ അസീസ് ഭാര്യ സബിയ, തെന്നല വില്ലേജ്. ശ്രീ സുലൈഖ അഷ്റഫ്, തെന്നല വില്ലേജ്. സുലൈഖ അഷ്റഫ്.
പരപ്പനങ്ങാടി വില്ലേജ്. ഈച്ചൻവിൽ സലാം ഭാര്യ ഫാത്തിമ. കുന്നപ്പള്ളി നഫീസ വൈഫ് ഓഫ് മുഹമ്മദ് പരപ്പനങ്ങാടി വില്ലേജ്. നസീർ ഭാര്യ സുലൈഖ. പൊങ്ങശ്ശേരി വീട് നസീർ ഭാര്യ സുലൈഖ. സക്കീന ആൻഡ് സിദ്ധി കാഞ്ഞിരക്കണ്ടി വീട്. ഭാര്യ മറിയമോ ജപ്രസി പട്ടം ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട MLA ശ്രീ KPA മജീദ് സാർ അവരുടെ സമീപം. ഭാര്യ ദീപാന്തു. സുബൈർ ഭാര്യ റംല. സുബൈർ ഭാര്യ റംല. ഹനീഫ ഭാര്യ അസ്മ.